ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വ്യാഴാഴ്ച ചെന്നൈയിൽ ആരംഭിച്ചിരിക്കുകയാണ്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലണ്ടിനെതിരെ ഈ വർഷം ആദ്യമായിരുന്നു ഇതിനു മുൻപ് ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരം. അന്ന് ടീമിന്റെ പ്രധാന താരങ്ങളായിരുന്ന രണ്ട് യുവ കളിക്കാരെ പുറത്തിരുത്തിയാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് ഇന്ത്യ കളിക്കുന്നത്. യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജൂറലും മധ്യനിര ബാറ്ററായ സർഫ്രാസ് ഖാനുമാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇല്ലാത്ത പ്രധാനികൾ. കഴിഞ്ഞ ദിവസം പോലും ഈ രണ്ട് താരങ്ങളെക്കുറിച്ച് വാചാലനായ വ്യക്തിയാണ് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ പുതിയവരാണ് ഇവരെങ്കിലും ബാറ്റ് കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നും വിക്കറ്റ് കീപ്പിംഗിലെ ജൂറലിന്റെ മികവുമെല്ലാം നേരിട്ട് ബോധ്യമായി. 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ മികച്ച കളിക്കാരാകാൻ ആവശ്യമായതെല്ലാം അവർക്കുണ്ട് എന്നെല്ലാമായിരുന്നു രോഹിത് പറഞ്ഞിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും വിജയത്തിനായി ദാഹിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഇവരെന്നും രോഹിത് അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്ന് ക്രിക്കറ്റ് പ്രേമികളും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബെഞ്ചിലിരിക്കാനാണ് ഇരുവർക്കും സാധിച്ചത്. നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. സർഫ്രാസ് ഖാൻ 3 കളികളിൽ നിന്ന് അർദ്ധ സെഞ്ചുറികൾ അടക്കം 200 റൺസ് നേടിയിരുന്നു. ജൂറൽ ആകട്ടെ തന്റെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ വരവറിയിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ സർഫ്രാസ് ഖാൻ ടീമിൽ എൻ്റർ ആയതിന് കാരണം KL രാഹുൽ ആയിരുന്നു. ഒരു മത്സരം മാത്രം കളിച്ച് KL രാഹുൽ പരിക്കിനെ തുടർന്ന് പുറത്തിരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പരമ്പരയിലെ അവസാന 3 കളികളിൽ രാഹുലിന് പകരക്കാരനായാണ് സർഫ്രാസ് ഖാൻ ടീമിലെത്തിയത്. മധ്യനിരയിൽ കളിച്ച സർഫ്രാസിന് ലഭിച്ച അവസരങ്ങൾ മുതലാക്കാനായെങ്കിലും രാഹുൽ പൂർണ്ണ ഫിറ്റ്നസോടെ ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ പുറത്തിരുത്താൻ ഇന്ത്യൻ ടീം നിർബന്ധിതരാവുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ടാണ് ധ്രുവ് ജൂറൽ കളിച്ചത്. ഋഷഭ് പന്ത് കാർ അപകടത്തിന് ശേഷം വിശ്രമത്തിലായിരുന്ന സമയത്തായിരുന്നു ഈ പരമ്പര. ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും പന്ത് ടീമിലേക്ക് മടങ്ങിയെത്തിയ സാഹചര്യത്തിൽ ജൂറലിനെ പുറത്തിരുത്താതെ ടീം മാനേജ്മെന്റിന് വേറെ വഴിയില്ലായിരുന്നു. അതേസമയം യശസ്വി ജയ്സ്വാൾ, രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, R അശ്വിൻ, ജസ്പ്രീത് ബുംറ, ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ബംഗ്ലാദേശിനെതിരെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉൾപ്പെട്ട താരങ്ങൾ. അതേസമയം ആദ്യ ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് തുടക്കം തന്നെ തിരിച്ചടിയേറ്റു. 34 റൺസ് എടുത്തതിനിടെ അവർക്ക് 3 വിക്കറ്റുകളാണ് നഷ്ടമായത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 6 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ ശുഭ്മാൻ ഗിൽ റണ്ണൊന്നും എടുക്കാതെയും സൂപ്പർ താരം വിരാട് കോഹ്ലി 6 റൺസ് എടുത്തും പുറത്തായി. അസിൻ മഹ്മൂദാണ് ആദ്യ 3 വിക്കറ്റുകളും നേടിയത്. താരങ്ങളുടെ പ്രകടനം ഈ രീതിയിൽ തുടരുകയാണ് എങ്കിൽ പരമ്പര ബംഗ്ലാദേശ് കൊണ്ടുപോകുമെന്നാണ് ആരാധകർ പറയുന്നത്.